ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വേഗത്തിലൊരു കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തിനൊപ്പം കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറു തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് കുമ്പളങ്ങ വേണ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരുവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും 1 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കണേ. അപ്പോൾ ഇതാ നമ്മളെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തം തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 1 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കും. കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കണ്ടേ. ഇതൊന്ന് താളിച്ചിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി എന്നിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല.